രജകൻ ഉളിയന്നൂർത്തച്ഛനും നമസ്കാരം. ഗായത്രി നമ്പൂതിരി സഭ ആർദ്രാമൃതം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐതിഹ്യ പ്രസിദ്ധമായ പറയിപെറ്റ പന്തിരുകുലത്തിലെ രജകൻ എന്ന കഥാപാത്രത്തെയാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ബ്രാഹ്മണ ശ്രേഷ്ഠനായ വരരുചിയുടെ 12 മക്കളിൽ രണ്ടാമനായാണ് രജകൻ കരുതുന്നത്. വരരുചിയും ഭാര്യയും പഴിയിലുപേക്ഷിച്ച കുട്ടിയെ വെളുത്തേടത്ത് നായർ സമുദായത്തിൽപ്പെട്ട ദമ്പതികൾക്കാണ് ലഭിച്ചത്. തുണി അലക്കലായിരുന്നു ഇവരുടെ കുലത്തൊഴിൽ. അഴുക്കുകളഞ്ഞ് നന്നാക്കുന്നവൻ എന്നർത്ഥം വരുന്ന രജകൻ എന്ന പേരിൽ ഈ കുട്ടി ഇവരോടൊപ്പം വളർന്നു. രജകനെ കുറിച്ചുള്ള കൂടുതൽ അന്വേഷണങ്ങൾ ഞങ്ങളെ കൊണ്ടുചെന്നെത്തിച്ചത് രജകന്റെ പിൻതലമുറയിൽപ്പെട്ട കുടുംബത്തിലെ മുതിർന്ന അംഗമായ കമലാക്ഷിയമ്മ എന്ന അമ്മാളുവമ്മയിലാണ്. രജകനെ കുറിച്ചുള്ള കഥ ഇവർക്ക് ഒരു കേട്ടുകേൾവി മാത്രമാണ്. പെരിയ തിരുവരങ്കത്തെഴും പാണനാരും നേരെ നാരായണ ഭ്രാന്തനുമുടൻ അകവൂർച്ചാത്തനും പാക്കനാരും മേഴത്തോളഗ്നിഹോത്രി രജകൻ ഉളിയന്നൂർത്തച്ഛനും പിന്നെ രജകന്റെ തലമുറയിൽപ്പെട്ട കമലാക്ഷിയമ്മ എന്ന മാളുവമ്മ എന്ന് എല്ലാവരും വിളിക്കുന്ന അമ്മ നമ്മുടെ കൂടെയുണ്ട്. അമ്മ കൂടുതൽ ആ കഥ നമ്മളോട് വിവരിക്കും. രജകൻ എന്നുള്ള കുട്ടിയെ വഴിയിൽ കിട്ടിയതാണെന്നാണല്ലോ പറയുന്നത്. ചില കഥകൾ പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഓരോന്ന് എടുത്തത് അതിലൊക്കെ വ്യത്യാസമുണ്ട്. ഒന്നെന്റെ അലക്കുന്ന കല്ലിന്റെ മുകളിൽ കെട്ടിപ്പോയി എന്നാണ് പറയുന്നത്. പരിചിക്ക് പിന്നെ എന്താണ് പഞ്ചമി ദേവിയും കൂടിയിട്ട് അവിടെ കെട്ടിപ്പോയി എന്നാണ് കഥയിൽ പറഞ്ഞിട്ടുണ്ട്. അവിടെ നിന്ന് എടുത്ത് വളർത്തിയതാണ്. അവിടുന്ന് എടുത്ത് വളർത്തിയതാണ് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കൊടുത്തിട്ടുണ്ട് മധുര പോയി കണ്ട് മധുര അവിടുന്ന് കുട്ടിയെ കിട്ടിയതാന്ന് വെച്ചാൽ അങ്ങനെ ഒരു കഥയുണ്ട്. അത് പലതും ഉണ്ടായതൊക്കെ അതൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ പള്ളിയോട്ടിൽ ഇങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു കേട്ടിട്ടുണ്ട് കഥ എന്നല്ലാതെ അതില് ഈ രജകന്നുള്ള ആളെ എന്താ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അറിയില്ല. അങ്ങനെ കുട്ടി പറഞ്ഞു കൊടുത്തിട്ടുള്ള കഥ തന്നെയാണ് ഇപ്പൊ ഞങ്ങൾക്ക് ഒക്കെ അറിയുന്നത്. അല്ലാതെ ഇപ്പൊ വെളുത്തേടത്തെന്ന് പറഞ്ഞാൽ ആർക്കും ഇതില്ല. കാരക്കൽ മാതാ ചെമ്മേ വെളുത്തേട ദമ്പതികൾക്ക് കേരളത്തിൽ നിന്നല്ല തമിഴ്നാട്ടിൽ നിന്നാണ് ഈ കുട്ടിയെ കിട്ടിയത് എന്ന കഥയ്ക്ക് പ്രചാരം ഏറെയുണ്ട്. മക്കളില്ലാത്ത ദുഃഖത്താൽ മധുരമീനാക്ഷി ക്ഷേത്രത്തിൽ ഭജനമിരിക്കാൻ പോയ ഇവർക്ക് ക്ഷേത്ര പരിസരത്ത് മാതാപിതാക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഒരു കുട്ടിയെ കിട്ടി. ദേശസഞ്ചാരം നടത്തവേ വരരുചിയും പത്നിയും ക്ഷേത്ര പരിസരത്ത് ഉപേക്ഷിച്ച കുട്ടിയാണ് രജകൻ എന്നാണ് പറയുന്നത്. മധുരമീനാക്ഷി ദേവിയുടെ അനുഗ്രഹമായി കരുതി ഇവർ ഈ കുട്ടിയെ തിരികെ നാട്ടിലേക്ക് കൂടെ കൂട്ടി. ശാന്തനും സുന്ദരനും സൽസ്വഭാവിയുമായി രജകൻ വളർന്നു. എന്നാൽ മറ്റു കുട്ടികളുമായി കൂട്ടുകൂടി കളിക്കുന്ന സ്വഭാവം രജകനുണ്ടായിരുന്നില്ല. പലപ്പോഴും ഏകാന്ത ധ്യാനത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു രജകൻ ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും മറ്റുള്ളവരുടെ പരിഹാസത്തിന് ഈ കുട്ടി പാത്രമായി. ഒരിക്കൽ കുലത്തൊഴിലായ തുണി അലക്കലിൽ അമ്മയെ സഹായിക്കാനായി പുഴക്കരയിലെത്തിയപ്പോൾ പുഴയ്ക്കപ്പുറത്തു നിന്ന് ചില കുട്ടികൾ രജകന് നേരെ പരിഹാസവാക്കുകൾ ചൊരിഞ്ഞു. ക്ഷമ നശിച്ച ഈ കുട്ടി ആ കുട്ടികൾക്ക് നേരെ കൈയുയർത്തിയപ്പോൾ അവരുടെ സംസാരശേഷി നഷ്ടപ്പെട്ടു. ഭയവും പരിഭ്രമവും മൂലം ഈ കുട്ടികൾ രജകനോട് മാപ്പു പറഞ്ഞപ്പോൾ അലിവ് തോന്നി രജകൻ വീണ്ടും കൈയുയർത്തിയപ്പോൾ ആ കുട്ടികൾക്ക് സംസാരശേഷി തിരികെ കിട്ടി. ഇതോടെ മറ്റു കുട്ടികൾക്കില്ലാത്ത എന്തൊക്കെയോ അത്ഭുത സിദ്ധികൾ തൻ്റെ മകനുണ്ട് എന്ന് ആ അമ്മ മനസ്സിലാക്കി. എന്നാൽ അച്ഛന് രജകന്റെ ഈ കഴിവുകളിൽ അത്ര വിശ്വാസമുണ്ടായിരുന്നില്ല. എന്നാൽ ഒരു ദിവസം മകന്റെ സിദ്ധിവിശേഷത്തെക്കുറിച്ചറിയാൻ ഒരു സന്ദർഭം അദ്ദേഹത്തിനും ഉണ്ടായി. കാലിൽ നീരുവന്ന് വേദന സഹിക്കാൻ കഴിയാതെയിരുന്ന അച്ഛനെ ശുശ്രൂഷിക്കാനായി
രചകൻ വീടിനു പുറത്തുള്ള ചില പച്ചമരുന്നുകൾ പറിച്ച് അതിന്റെ നീര് കാലിൽ തേച്ചപ്പോൾ വേദനയും നീരും നിശേഷം മാറി. അതോടെ രോഗചികിത്സയിൽ തന്റെ മകനുള്ള അസാമാന്യ പാടവത്തെക്കുറിച്ച് അച്ഛൻ മനസ്സിലാക്കി. അന്നത്തെ ഒരു നാട്ടുരാജാവിന്റെ മകളുടെ അസുഖം രചകൻ മാറ്റി എന്നും പറയപ്പെടുന്നു. രചകന് സംസ്കൃതം പഠിക്കാൻ വലിയ മോഹം തോന്നി. എന്നാൽ വെളുത്തേടന്മാരുടെ കുട്ടിയെ പഠിപ്പിക്കാൻ അന്നത്തെ ജാതി വ്യവസ്ഥ പ്രകാരം ഗുരുവിന് സാധ്യമാവുമായിരുന്നില്ല. എന്നാൽ രചകന്റെ ബുദ്ധിശക്തിയിൽ മതിപ്പ് തോന്നിയ ഗുരു പുറത്തിരുന്ന് പഠിച്ചുകൊള്ളാൻ രചകനെ അനുവദിച്ചു. അതുപ്രകാരം രചകൻ സംസ്കൃതത്തിൽ അസാമാന്യമായ പാണ്ഡിത്യം നേടുകയും വിവിധ ശാസ്ത്രഗ്രന്ഥങ്ങൾ പഠിക്കുകയും ചെയ്തു. ഒരിക്കൽ തിരുനാവായയിൽ വെച്ച് നടന്ന ഒരു പണ്ഡിത സദസ്സിൽ വളരെ പുറകിൽ പോയിരുന്ന രചകനെ ഗുരുവായ വാസുദേവ ശാസ്ത്രികൾ മുന്നോട്ട് വിളിക്കുകയും രചകൻ രചിച്ച 2 കൃതികൾ അവിടെ പണ്ഡിതന്മാർക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. അതോടെ രചകന്റെ ജ്ഞാനം അവിടെയുള്ളവർക്ക് മനസ്സിലായി. അതോടെ അനേകം പണ്ഡിത സദസ്സുകളിൽ പങ്കെടുത്ത് തന്റെ വൈഭവം അവിടെയുള്ളവരെ മനസ്സിലാക്കിക്കാൻ രചകന് സാധിച്ചു. തൃപ്രങ്ങോട്ടെ നാടുവാഴി ഒരു പാഠശാലയിൽ അധ്യാപകനായി രചകനെ നിയമിച്ചു. അവസാന കാലം വരെ രചകൻ അവിടെ അധ്യാപകനായി തുടർന്നു എന്ന് പറയപ്പെടുന്നു. അന്നത്തെ പ്രശസ്ത പണ്ഡിതനായിരുന്ന കുമാരില ഭട്ടന്റെ ശിഷ്യത്വം രചകൻ സ്വീകരിച്ചു എന്നും പറയുന്നുണ്ട്. കടവല്ലൂരിൽ രചകൻ ഒരു വൈദിക വിദ്യാലയം സ്ഥാപിക്കുകയും രചകന്റേതായി പ്രഭാകര ചിന്താധാര എന്നൊരു പദ്ധതി നടപ്പിലാക്കുകയും ചെയ്തു. പിന്നീട് വേദപാഠ പരീക്ഷയായ കടവല്ലൂർ അന്യോന്യത്തിന്റെ കേന്ദ്രമായി മാറിയ കടവല്ലൂർ വൈദിക വിദ്യാലയത്തിന്റെ സ്ഥാപകൻ എന്ന നിലയിൽ രചകൻ വളരെ ശ്രദ്ധ അർഹിക്കുന്നു. ജ്ഞാനിയും മഹാപണ്ഡിതനുമായ രചകനെ കുറിച്ചുള്ള വിവരണം ഇവിടെ പൂർണ്ണമാവുകയാണ്. പറയിപ്പറ്റ പന്തിരുകുലത്തിലെ മറ്റൊരു കഥാപാത്രത്തിന്റെ കഥയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി. നായർ കാരക്കൽ മാതാ ചെമ്മേ കേളുപ്പുകൂച്ചൻ പെരിയ തിരുവരങ്കത്തെഴും പാണനാരും നേരെ നാരായണ ഭ്രാന്തനുമുടൻ അകവൂർച്ചാത്തനും പാക്കനാരും